കർണൻ മരിച്ച കഥ അറിയാമോ? കർണൻ, മഹാഭാരതത്തിലെ ഏറ്റവും സങ്കീർണമായ കഥാപാത്രങ്ങളിലൊരാളാണ്. ബാല്യത്തിൽ കുന്തി നൽകിയ സേവനത്തിന് പ്രതിഫലമായി ഒരു മുനി ഏത് ദേവനെയും ആഹ്വാനിക്കാനുള്ള ശക്തിവരം നൽകി. അതു പരീക്ഷിച്ച കുന്തിക്ക് സൂര്യദേവൻ ദിവ്യ കവചകുണ്ഡലങ്ങളോടെ തിളങ്ങുന്ന കുഞ്ഞിനെ നൽകി. എന്നാൽ നാണക്കേട് ഒഴിവാക്കാൻ അവനെ നദിയിലേക്ക് ഒഴുക്കി. സാരഥിയായ അധിരഥനും ഭാര്യ രാധയും കുട്ടിയെ കണ്ടെത്തി വളർത്തി. അവനാണ് കർണൻ. ദല്ലുകളും പരിഹാസങ്ങളും നേരിട്ടുള്ള ഈ സൂതപുത്രൻ മഹാനായ യോദ്ധാവാകാൻ ആഗ്രഹിച്ചു. രാജകീയ ആചാര്യന്മാർ തള്ളിയതോടെ ബ്രാഹ്മണവേഷം ധരിച്ചു പരശുരാമന്റെ ശിഷ്യനായി. ഗള്ളം വെളിയാകുമ്പോൾ പരശുരാമൻ ശപിച്ചു, ഏറ്റവും ആവശ്യപ്പെട്ട നിമിഷത്തിൽ നിന്റെ വിദ്യ പൊറുതിമുട്ടും. കർണൻ ബഹുമാനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ദുര്യോധനൻ അവനെ അംഗരാജ്യത്തിലെ രാജാവാക്കി. ഈ സൗഹൃദം കർണൻ നിഷ്ഠയോടെ പിന്തുടർന്നു, പാണ്ഡവർക്കെതിരെ പോലും തന്റെ സഹോദരന്മാരെന്ന് അറിയാതിരുന്നെങ്കിലും. ദാനശീലൻ ആയ കർണൻ ദിവ്യ കവചംകുണ്ഡലങ്ങൾ പോലും വേഷം മാറി വന്ന ഇന്ദ്രൻ നൽകി, ജീവൻ കുഴക്കുന്ന നിമിഷത്തിൽ പോലും. യുദ്ധത്തിനു മുമ്പ് കുന്തി സത്യം വെളിപ്പെടുത്തിയെങ്കിലും കർണൻ വിശ്വസ്തത തിരഞ്ഞെടുത്തു. കുരുക്ഷേത്ര യുദ്ധത്തിൽ 17 ദിവസം രഥം മണ്ണിൽ കുടുങ്ങി ശാപം ഫലിച്ചു. അർജുനൻ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രതിരോധമില്ലാത്ത കർണനെ വധിച്ചു. അവൻ ഒരു കിരീടമില്ലാത്ത വീരൻ ആയിരുന്നു. പൂർണ്ണ അംഗീകാരം ഇല്ലാത്തതും ദുഃഖത്തോടെയും നിശബ്ദ മഹത്വത്തിന്റെയും ജീവചരിത്രം കർണൻ എഴുതിച്ചു.